എന്താ അല്ലേ അഫ്സീന? അതെ സത്യം. താങ്ക് യു അഷിഖ്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഫേക്ക് ഐ ഡി തരും. ഇതൊക്കെ ഫേക്ക് ഐ ഡി ഇട്ടിട്ട് അതാണ് ഓരോരു ധൈര്യം. അല്ലെങ്കിൽ സ്വന്തം ഐ ഡിന്ന് മോശം പറയണ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ നോക്കിയൊക്കെ ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് സത്യം പറഞ്ഞ ഒരു അഡ്വാൻറ്റേജാണ്. അതൊക്കെ ഫേക്കാണ്. അപ്പോൾ പിന്നെ അത് മാക്സിമം അതിന് റിപ്ലൈ കൊടുക്കുക, അത്രേ നടക്കുള്ളൂ. സുമേഷ് അമ്മക്ക് എത്രയുണ്ടാവും? അമ്മക്ക് എത്ര ഉണ്ടാവും? ഈ അത്ര തന്നെ കൂട്ടിക്കട്ടോ. അമ്മല്ലേ പെറ്റ അമ്മ. അല്ലെങ്കിൽ പെണ്ണുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിട്ടാ. കിബിർ കിബിർ ആർക്കാന്നൊക്കെ മനസ്സിലായി. വലൈക്കും അസ്സലാം മുനീർ. ഫോണൊന്ന് താഴേക്കാക്കു ശംഭു. വീട്ടിൽ പോയാണ്ട് അതിൻ്റെ ആവശ്യത്തിനല്ലോ. ഇപ്പോൾ ഈ ഫോണിലേക്ക് നോക്കേണ്ട ആവശ്യമൊന്നും തനിക്കില്ല. വീട്ടിൽ പോയാൽ അമ്മ ഇങ്ങനെ ഫ്രണ്ട് കൂടെ നടക്കണ്ടാവില്ല. അപ്പോൾ താഴത്തേക്കോ മോളിക്കോ എടുക്കാന്ന് വെച്ച് ഈ നോക്കട കുട്ടാ. ആദ്യത്ത് അയ്യോ ഇടയ്ക്ക് ഗെയിമർ എന്നോട് നേരത്തെ പറഞ്ഞ എൻ്റെ പേര് ഇങ്ങനെ വിളിച്ച് പറയല്ലേ. നീ അതാന്ന് എനിക്ക് ആദ്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണത്. അല്ല ഞാൻ ചോദിക്കട്ടെ ഷഹദേ, എനിക്ക് ഉണ്ടോ ഇല്ലേന്ന് അളക്കണം എന്നുണ്ടെങ്കിൽ എനിക്കതിനാദ്യം അത് കുറച്ച് വേണ്ടേ? എനിക്കില്ലാത്തൊരു കാര്യം ഈ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കതുണ്ടെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറയാം, എൻ്റെ അഡ്രസ്സ് ഇതാണ്, എൻ്റെ സെക്സ് ഇതാണ്, എന്നിട്ട് ഈ പറയാം അപ്പം ഞാൻ കേൾക്കാം എൻ്റെ ഉപ്പാൻ്റെ പേര് ഇതൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഈ എന്നുണ്ടെങ്കിൽ ഈ വന്നിട്ട് എൻ്റെ ഉളുപ്പളക്കിട്ടാ, അല്ലാതെ ഈ വരണ്ട കേട്ടാ. സാജി അഫ്സൽ ഹായ്. ഇത് നിഹാൽ കേക്ക് അതന്നെ ഞാൻ പറഞ്ഞത്. എൻ്റെ ഉമ്മക്കില്ലേ, ഉമ്മ വീട്ടിലില്ലേ, ഉമ്മാനോട് പോയി ചോദിച്ചു നോക്കിട്ടാ. ഉമ്മാക്ക് ഉമ്മാനോടോ പെങ്ങളോടൊക്കെ പോയി ചോദിക്കട്ടെ നിഹാൽ കേക്ക്. സത്യം അതാ ഞാൻ പറഞ്ഞത്. ഒരാളെ മനസ്സിലുള്ള ഒരു പേർവേർട്ട്നെസ്സാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റണത്. ഏഞ്ചൽ ഹായ്. ജോസ്മിന ജോർജ് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ ഞാനൊക്കെ അറിയണത് അപ്പം പറഞ്ഞ് തീർക്കുക. പിന്നെ നമുക്ക് ഒരു കുറ്റബോധം തോന്നരുതല്ലോ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ചിരിക്കരുത്, ചിരിക്കുമ്പോൾ വാഴ പൊത്തണം. ഷുവർ. അതാണ്, അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ. അതൊരു പോയിൻ്റാണ് ബ്രോയിലർ കോഴി പറഞ്ഞത്. അമ്മൻ്റെ ഫോട്ടോ എടുക്കാറുണ്ടോ ശംഭു? കീപ്പ് ഇറ്റ് അപ്പ്. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അമ്മൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് എന്നുള്ളത്? ഒക്കെ എടുക്കുമ്പോൾ ഒക്കെ പറയണേ. പെങ്ങളോടും അളിയനോടും ഒക്കെ പറഞ്ഞോണ്ട് കേട്ടോ. ഭാര്യേൻ്റെ ഫോട്ടോ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കും, ഒക്കെ ചെയ്തുകൊണ്ട്. എന്തിനാ കുറയ്ക്കണത് ശംഭു? സുമേഷ് അമ്മൻ്റെ എത്രയാണ് അത് പറയുന്നത് പറഞ്ഞുതരട്ടാ. ഒരു പോലീസ് പിടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് അറിയാം അത് പോലീസ് ഒരു കാപ്പി വരാൻ പോണില്ല. അതുകൊണ്ടാണ് ഈ ഫൈക്ക് ഇങ്ങനെ നിന്ന് കിടന്ന് വിളയണത്. ഈ ചാനൽ ഉണ്ടാക്കണം. അതേ പറയാം, എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്തായാലും ഉണ്ടാവില്ല പകൽമാനിയായി. ധൈര്യം തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം, ഞാനാണ് ഷഹദ് ടോക്സ്, എനിക്കാണ് നിൻ്റെ ഉടുപ്പ് അറിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അപ്പം എനിക്ക് ഞാൻ തരാം. അപ്പോൾ അതിനുള്ള ഉളുപ്പും ധൈര്യം ആണത്തം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് ഇത് മാത്രമേ ഇതിനുള്ള ഒരു ധൈര്യം മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ. ഓക്കെ. We don't like you. Then get lost from my life. You can leave. എന്നെപ്പോലുള്ള നീചന്മാരോട് പോയി നിൽക്കാൻ പറ്റില്ല ബായ്. അതെ, വെറുതെ ഊക്ക് വാങ്ങണ്ട. അയ്യോ എന്നാൽ താൻ ഊക്കടോ? അങ്ങനെ ഊക്കിയാലൊന്നും ഊക്കി പോണ ഒരാളല്ല ഞാൻ. നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞില്ലേ, എന്താ ഇവിടെ പ്രശ്നം? കുറേ ചൊറിയലുകാരാണെന്ന് തോന്നുന്നു. ഏത് ചൊറിയൽ സമൂഹം എൻ്റെ ലൈവിൽ വന്ന് പെട്ടുപോയി. ചീത്ത മാത്രം പറയുന്നു. തന്നെ ചീത്ത പറഞ്ഞാൽ മതിയോ? സോപാനം ഇനിയിപ്പോൾ പുണ്യാളാനാ കേട്ടോ. മിഞ്ഞാന്നോ ലൈവിൽ വന്ന സമയത്ത് ഭയങ്കര പുണ്യാളനായിരുന്നു. മറ്റേ കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തു. ചീത്ത പറയാൻ എന്നെ വരുന്നത് കേട്ടാ. ഭംഗിയുണ്ട് കേട്ടോ. താങ്ക് യു. ലൈക്ക് ചെയ്യാത്ത സുശീല പൊക്കോളൂ. നിഹാലിനോട് ഞാൻ നേരത്തെ പറഞ്ഞ് അമ്മനോട് അച്ഛനോടൊക്കെ പോയി ചോദിക്കാനേ. അങ്ങനെ അത്രക്ക് മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ചെയ്യാറുള്ളൂ. മനസ്സിലായില്ലേ? അയ്യോ ഇബല് കുറേ കോപ്പി പേസ്റ്റ് അടിച്ചുകൊണ്ട് നിൽക്കുക. മിക്കവാറും വിളിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെ നാണം കെട്ടവരോടൊക്കെ സംസാരിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? സത്യം അതത്രേ ഉള്ളൂ. പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് വൈബ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരോടൊക്കെ ഹായ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.